സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്യൂട്ട് ബ്യൂട്ടിഫുൾ ബന്ധാന എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ്. സോ ഈ യാൺ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളർ യാൺ എന്ന് പറയുന്നത് ഭയങ്കര കട്ടി കുറവുള്ള യാണാണ് എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ രണ്ടാമത്തെ ഒരു ബന്ധാനം കൂടി ചെയ്തിട്ടുണ്ട്. അത് കോഫി കളർ മിക്സ്ഡ് കളറാണത്. അത് പക്ഷേ കമ്പാരേറ്റീവ് ബ്ലൂ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ യാൺ കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ബെറ്റർ ടേക്ക് കട്ടി കുറവുള്ള യാൺ. സോ വെൽക്കം ബാക്ക് ടു ഫാമിലി Little Brick Stories. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലീവിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഏത് യാണോ എടുക്കുന്നത് ആ യാണിനെ ചെയ്യാൻ പറ്റുന്ന ഹുക്ക് എടുക്കുക. നോർമലി ആ സ്റ്റിക്കറുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ഹുക്ക് എടുക്കണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ബന്ധാന ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 5 ചെയിൻ ചെയ്യുക. ഓക്കെ, സോ ഈ സ്ലിപ്പ് നോട്ട് ഇടുന്നതും സ്റ്റിച്ചസിൻ്റെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കാണാം. ഈ 5 ചെയിൻ ഇട്ടതിന് ശേഷം അതിൽ 4ാമത്തെ ചെയിനിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഹുക്കുമ്മേ ഒരു വട്ടം യാൺ ഓവർ ചെയ്യുക. അതിന് ശേഷം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിനെ പാസ് ചെയ്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. വീണ്ടും ഒരു യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. അതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടതിന് ശേഷം ഒരു ട്രിപ്പിൾ ക്രോഷോ 5ാമത്തെ സ്റ്റിച്ചിൽ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം 5 ചെയിൻ ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ ആണ്. 5ാമത്തെ ചെയിനിൽ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ ചെയ്തിട്ട് പയ്യെ തിരിക്കുക. തിരിച്ച ശേഷം ആ ഗ്യാപ്പ് കണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഡബിൾ ക്രോഷേ അതിന് ഒരു ചെയിൻ ഇടുക. അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്തതിൻ്റെയും ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. അതിന് ശേഷം ഒരു ചെയിൻ ഇട്ടതിന് ശേഷം 4ാമത്തെ ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് ബമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ചെയിൻ ഇടുക. നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്ത ശേഷം ഇനി കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ ഇടുക. അടുത്ത ഗ്യാപ്പിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ ഇടുക. 3 ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുന്നത് 12 റോയാണ്. നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ തലയിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും റോസ് ചെയ്യുക. ഓക്കെ,
ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ ക്രോഷ്യോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പാറ്റേൺ. ഒരു DC എങ്ങനെ ചെയ്യണമെന്ന് അറിയണം, അതുപോലെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യോ ചെയ്യണതും അറിയണം. അത്രേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അങ്ങനെ കാണുന്ന ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യുക, 3 DC വെച്ചിട്ട് ചെയ്യുക. അതായിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ഗ്യാപ്പിൽ 3 DC ചെയ്യുക. അങ്ങനെ ചെയ്ത് പോവുക. ഓക്കെ, ഇനി ലാസ്റ്റ് വരുമ്പോൾ 3 DC ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇടുക. അത് കഴിഞ്ഞ് 4ാമത്തെ ലൂപ്പിൻ്റെ ബാക്ക് ബമ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യോ ചെയ്യുക. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് ആവശ്യമുണ്ടോ അത്രയും ലെങ്ത്ത് അനുസരിച്ചിട്ട് റോസ് കണ്ടിന്യൂ ചെയ്യുക, കൂട്ടി കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 12 റോയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇത്രയും കുറവാണ്, കുഞ്ഞു കുട്ടികളുടെ തലയിൽ വലുത് വേണ്ടല്ലോ, അവർക്ക് വലുത് വേണ്ട. അപ്പോൾ കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ ആ റോസിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റോസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഡിഫറൻസ് ഉണ്ടോ? ഞാൻ്റെ വ്യത്യാസം വരുമ്പോഴുള്ള ഡിഫറൻസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇപ്പം ഞാൻ ചെയ്യണ യാണ് ഭയങ്കര കട്ടി കുറവുള്ള യാണാണ്. മറ്റേതെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള യാണ്, കാരണം കുറച്ചുകൂടി സ്റ്റിഫായിട്ടൊരു കട്ടിയിലേക്ക് എടുക്കണം അത്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധാന ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടി കുറവുള്ള യാണ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 8 അവസാനം എത്തുമ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ഇപ്പോൾ ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് വള്ളി വേണമല്ലോ, ആ വള്ളിക്ക് എത്ര ലെങ്ത്ത് വേണം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 60 ഒക്കെ മതി. ഇനി നിങ്ങൾക്ക് ഈ ബന്ധാന നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ജീൻസിൻ്റെ മറ്റേ ബെൽറ്റിൻ്റെ പകരം സൈഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ വേസ്റ്റിൻ്റെ റൗണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ വള്ളിയുടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം. ഓക്കെ, സോ ക്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ് എത്ര ചെയിൻ വേണോ അത്രയും ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 50 ചെയിനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ തലയിൽ വെച്ച് നോക്കിയിട്ട് എത്ര ഇത് വേണം, ലെങ്ത്തിന് വള്ളി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയിൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റത്തെ 2ാമത്തെ സ്റ്റിച്ചിൻ്റെ ബാക്ക് ബമ്പിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യുക, ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ബാക്ക് ബമ്പിൻ്റെ ഉള്ളിൽ കൂടെയും സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് അവസാനം വരെ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. അത് അറ്റാച്ച് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ടിന് ശേഷം അത് നമ്മുടെ പ്രോജക്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ആ ഒരു ചെയിൻ ഇട്ടതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ സ്ലിപ്പ് നോട്ടിൻ്റെ യാണ് ടൈറ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ എത്ര ചെയിനാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇട്ടുക അത്രയും സെയിം നമ്പർ ഓഫ് ചെയിൻസ് ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ബാക്ക് ബമ്പിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ വാഷ് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് റിവേഴ്സ് ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇട്ട് ഇങ്ങോട്ട് അടി വരെ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ത്രെഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ട് ആ യാൺസ് എന്ത് അറിയാത്ത പോലെ തുന്നി കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ബന്ധാന ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. സോ എല്ലാവരും ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാങ്ങിങ്സൊക്കെ ഇതിൻ്റെ കോർണറിലും അതുപോലെ തന്നെ എഡ്ജസിലൊക്കെ ഹാങ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നല്ല രീതിക്ക് ബന്ധാന സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് പീസ്.